ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് സുബുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മക്രോണി മസാലയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. പിന്നെ നമുക്ക് കുറച്ചെടുത്താൽ മാത്രം മതി. വളരെ കുറച്ച് അളവിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. പിന്നെ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാകുന്ന ഒരുവിധം എല്ലാ വീടുകളിലും സാധാരണ ഉണ്ടാകുന്ന മസാലക്കൂട്ടുകൾ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും, ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന മക്രോണി മസാല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് കിടക്കാം. ആദ്യം സ്റ്റവിൽ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. നമ്മളിവിടെ ഞാനെടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ എടുക്കാം, പക്ഷേ വെളിച്ചെണ്ണയെക്കാട്ടും കുറച്ച് ബെറ്റർ ഈ വിഭവത്തിലേക്ക് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഒരു 4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ചെറിയൊരു കഷ്ണവും അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 10 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അത് ചതച്ച് ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇടേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് ഏകദേശം അതിൽ ഒരു ചെറിയ ബ്രൗൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി അടുത്തതായി സവോള ഞാനൊരു 3 ചെറിയ സവോളയാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. സവോളയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ സവോള ഞാനിതിലേക്ക് നീളത്തിൽ വേണമെങ്കിൽ അരിയാം, അതുപോലെ തന്നെ നമുക്ക് ചെറിയ ക്രോസ് കട്ടിംഗ് ആയിട്ട് അരിയാം. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നീളത്തിൽ അരിഞ്ഞിട്ട് ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധാരണ വീട്ടമ്മമാർ ചെയ്യുന്നത് പോലെ തന്നെ ഞാനിതിലേക്ക് 1 നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, നുള്ളല്ല, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സവോള നമുക്ക് പെട്ടെന്ന് അത് വഴറ്റാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഞാനതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മക്രോണി വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഈ മസാലയിലേക്കും മക്രോണിയിലേക്കും കൂടിയിട്ട് പാകത്തിനുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ. ഇതിൽ കൂടുതൽ ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മക്രോണി റോസ്റ്റിൻ്റെ ടേസ്റ്റ് കൂടും ചെയ്യും, അതുപോലെ തന്നെ ഉപ്പ് കൂടും ചെയ്യും. അപ്പോൾ ഏകദേശം അത് ഒരുവിധം പകുതി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 കതിർപ്പ് കറിവേപ്പിലയും ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നന്നായിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ, നമ്മളുടെ ഉള്ളി ഒരു ബ്രൗൺ കളറാവുന്നത് വരെയാണ് നമ്മളിത് വഴറ്റി വെക്കേണ്ടത്. അപ്പം ഞാൻ ഇതോടുകൂടി തന്നെ സാധാരണ നമ്മൾ മഞ്ഞൾപ്പൊടിക്ക് കുറച്ച് വേവ് കൂടുതലാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ അത് കാരണം എന്ത് വിഭവം ഞാൻ ഉണ്ടാക്കുമ്പോഴും ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. മറ്റുള്ള മസാലകൾ ഇടുന്നതിന് മുമ്പ് തന്നെ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഇതേപോലെ തന്നെ നമ്മളൊരു ബ്രൗൺ കളറാവുന്നത്, മഞ്ഞൾപ്പൊടി ചേരുമ്പോൾ പെട്ടെന്ന് ബ്രൗൺ കളർ നമുക്കറിയില്ല, എന്നാലും നമ്മളത് നോക്കണം. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. അങ്ങനെ ഇളക്കി ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ ബ്രൗൺ കളർ ആയിട്ട് വന്നതിലേക്ക് ഇനി അടുത്ത നമ്മളുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരേണ്ടത് നമ്മളുടെ തക്കാളിയാണ്. ആ തക്കാളി ഇതേപോലെ തന്നെ ഞാൻ തക്കാളി ക്രോസ് കഷ്ണം, ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ചതുര കഷ്ണങ്ങളായിട്ടുള്ള തക്കാളി ഇതിലേക്ക് ഇടാം. നീളത്തിൽ അരിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം, ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ തക്കാളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ തക്കാളി വഴറ്റിയിലേക്കാണ് നമ്മളുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ മസാലകൾ നമ്മൾ ഇടേണ്ടത്. അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു 2-3 ഒരു 1/4 ടീസ്പൂൺ ഡയറക്റ്റായിട്ട് പെരിഞ്ജീരകം ഇടുക. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പിന്നെ പട്ടയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പട്ടയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഇതും നമ്മളിതിലേക്ക് ഇടുക. അതിന് ശേഷം ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് ഈ മസാല നമ്മൾ നന്നായിട്ട് ഇളക്കുക. കാരണം അപ്പോൾ ഞാൻ പച്ച മല്ലിയും അതുപോലെ തന്നെ പച്ച മുളകും ഉണക്കിയിട്ട് പൊടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ മസാല ഇപ്പോൾ ഏകദേശം വെന്ത് ഒക്കെ റെഡി ആയിട്ടുണ്ട്.
മസാല നല്ല അത്യാവശ്യം, ഇതിലേക്ക് തീരെ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിൻ്റെ കുറവ് കുറച്ചും കൂടി ഉണ്ട് തോന്നുന്നുണ്ട്, അപ്പോൾ ഞാൻ ലേശം കൂടി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മസാലക്കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മക്രോണി. ഇത് ഞാൻ ഡയറക്റ്റായിട്ട് ഞാൻ വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലേക്ക് മക്രോണി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വേവിക്കുക. എന്നിട്ട് ആ വെന്ത മക്രോണി എടുത്തിട്ട് നമ്മൾ പച്ചവെള്ളത്തിലേക്ക് ഇടണം. അപ്പോഴാണ് അതിനൊരു ബലം കിട്ടുക. എന്നിട്ട് അത് നമ്മൾ എന്താ പറയുക, വാര വെച്ച് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നെറ്റുള്ള എന്തെങ്കിലും പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞ് അതാണ് നമ്മൾ ഈ മസാലയിലേക്ക് ഇടേണ്ടത്. മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നല്ല ഈ നമ്മളുടെ മസാലയും ഈ മക്രോണിയിലേക്ക് നന്നായിട്ട് പിടിക്കണം. മസാലയിലത്തെ ഇതും അതുപോലെ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് പിടിക്കണം. ഇനി നന്നായിട്ട് ഞാൻ ഒന്നും കൂടിയും ഇത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് നടഞ്ഞ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മക്രോണി റോസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്രോണി റോസ്റ്റ്. ഇനി എൻ്റെ എല്ലാ പ്രേക്ഷകരും ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം വളരെയധികം സിമ്പിളായിട്ടും എളുപ്പത്തിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു വിഭവമായിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുനിന്ന് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.